എന്റെ അച്ഛൻ കുടിച്ച മദ്യത്തിന്റെ കാശ് എന്റെ അച്ഛന്റെ വിസിൽ എനിക്ക് തിരിച്ചു വേണം. ഇതെന്താ ഇത്? ഒരാൾ കള്ള് കുടിക്കാൻ വരിക, വേറൊരാൾ കാശ് കൊണ്ടുവരിക. ഞാൻ അങ്ങനെ പണം എടുക്കുന്ന ഒരു സാധനവും തിരിച്ചു നൽകാറില്ല. ഈ വിസിലിന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അയ്യോ, 2 പെക്ക് സാധനം കൊടുത്തിട്ടാണ് ഞങ്ങൾ മേടിച്ചതല്ലേ. കണക്ക് പറയുകയാണെങ്കിൽ 1.5 പെക്ക് തമ്പുരാൻ കടവാണ്. ഈ വിസിൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഊതിക്കളിക്കും. ചിലപ്പോൾ നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കും, അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുരു എടുത്ത് നമ്മൾ ഗോലി കളിക്കും. അങ്ങനെ പലതും ചെയ്യും. അല്ലെങ്കിലും കൊരങ്ങന്റെ കയ്യിൽ വിസിൽ കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വിസിൽ എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾ തിരക്കുള്ള പാലാരിവട്ടം ബ്ലോക്കിൽ ഏർപ്പെടുമ്പോ 1/2 മണിക്കൂർ നിന്ന് വിസിൽ ഊതിയാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. 100 ജന്മം ഒറ്റ കാലിൽ തപസ് ചെയ്താലും ശ്രുതിയും താളവും തെറ്റാതെ നീട്ടി വിസിൽ ഊതാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ തിരിച്ചറിവുണ്ടാവുമ്പോ കുറ്റബോധം ഉണ്ടാകും. കുറ്റബോധം. അലഞ്ഞിട്ടുണ്ട് ഒരുപാട്. നല്ലൊരു കിളിയാവണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് പഴയ ഒരു നാഷണൽ പെർമിറ്റ് ഡ്രൈവറുടെ അടുത്താ. മൂപ്പര് ഭയങ്കര നല്ല ഡ്രൈവിങ്ങാ. ആവശ്യം അറിയിച്ചപ്പോൾ ഫിസിലടിക്കാൻ പറഞ്ഞു. ഒരു തണ്ടിയുടെ ഓട്ട കീശയിൽ ഫിസിലുമില്ല, പിപിയുമില്ല. ഒടുവിൽ കുട്ടിക്കാലത്ത് പിപി അടിക്കാൻ പഠിപ്പിച്ച അപ്പു അണ്ണനെ മനസ്സിൽ വിചാരിച്ച് 2 വിരൽ പൊക്കി നാക്ക് മുടക്കി വാറ്റാടി. ആശാം ഫ്ലാറ്റ് വിറയാർന്ന കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഇന്നും തീരാത്ത ഫിസിലടിയുടെ നിർത്താത്ത പ്രവാഹം. സബറോംഗി സിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി ഹെ എന്ന് പറഞ്ഞ ഒന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോണ്. ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇപ്പോഴാണ് കറക്റ്റ് ഡ്രൈവറായ ഞങ്ങളുടെ 6ാം ഡ്രൈവർ.